ഹായ് ഗൈസ്, എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കുറേ കാലമായിട്ട്, സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കുള്ള എൻ്റെ വെയിറ്റിംഗ് എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതൊരു മാസ് സിനിമയാണോ, ക്ലാസ് സിനിമയാണോ എന്നുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ട് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് ലോഞ്ച് ആവുന്നുണ്ട്. ലോഞ്ച് ആവുന്നു എന്ന് പറയുന്ന സമയത്ത് ലോഞ്ച് ആയിട്ടുണ്ട്. 7:00 വരാൻ നിന്നിരുന്ന ട്രെയിലർ ആയിരുന്നു. അപ്പം തൊട്ട് വെയിറ്റ് ചെയ്തിരുന്ന 8 മണിയായ സമയത്താണ് ട്രെയിലർ ലോഞ്ച് വൈകിക്കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ലോഞ്ചിന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇതിന്റെ ഒരു അപ്ഡേറ്റ് വന്നത്. അങ്ങനെ കണ്ടു നോക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. സരിഗമ ചാനലിലാട്ടോ വീഡിയോ വന്നേക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഈ പോസ്റ്റർ മുമ്പ് വന്നായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു പോസ്റ്റർ ആക്ച്വലി വന്നായിരുന്നു. സോ എന്താണെന്നൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ലാലേട്ടനെ കാണാൻ വരുന്നുണ്ട്, മറ്റ് കാസ്റ്റ് എല്ലാവരും കാണാൻ വരുന്നുണ്ട്. ആൻഡ് ഇതുവരെ വരാത്ത ഈ ഒരു കാസ്റ്റിനെ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഒരു ഇതുവരെ കണ്ടിരിക്കുന്ന സംഭവത്തിന് തന്നെ വേറൊരു വേർഷൻ ആയിട്ടുള്ള ഒരു തമ്പനെയിലാണ് നമുക്ക് കാണാൻ വരുന്നത്. എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്. ട്രെയിലർ നിങ്ങൾ കാണുന്ന സമയത്ത് 4K വീഡിയോ ആണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. സാധാരണ ഒരു ഫുൾ HD വീഡിയോ അല്ല, 4K റെസൊല്യൂഷനിലാണ് ഈ വീഡിയോ വന്നേക്കുന്നത്. സോ അത്രയും മാത്രം ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ആണ്. ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. ഫുൾ ക്വാളിറ്റി ഇട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്. വാവ്, ബ്രിട്ടീഷുകാര്. ഓ, ചോര ചോര. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. ഇതെന്താ ആത്മാക്കളോ? സൂര്യന്റെ തീ ഈ കോട്ട. വാവ്, ഇതൊക്കെ അടിപൊളിയല്ലേ? டே லிஜோ, என்னடா பண்ணி வச்சிருக்க? എന്റെ പൊന്നേ, അടിപൊളി. ലാലേട്ടാ, ആ പഴയ ലാലേട്ടൻ. ഈ പടം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. സീരിയസ്ലി. ഗൈസ്, ഈ പടത്തിൻ്റെ വെരി ഫസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ സിനിമയുടെ ക്വാളിറ്റി തന്നെയാണ്. എടുത്തു വെച്ചേക്കുന്ന ഓരോ ഷോട്ടിൻ്റെയും ക്വാളിറ്റി എനിക്കറിയില്ല. ഞാൻ മലയാളത്തിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. എൻ്റെ മനസ്സിലൊന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ പല സിനിമകളുടെയും ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുന്ന സമയത്ത് ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, ഇവനെതിന് എല്ലാത്തിനും കയറി പോസിറ്റീവ് പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. എല്ലാത്തിനും കയറി പോസിറ്റീവ് പറയുന്നതല്ല, പോസിറ്റീവ് ആയിട്ടുള്ളത് ഞാൻ പരമാവധി റിയാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളതെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇത് പൊളിയാണ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. ഇപ്പം ഈ കണ്ടേക്കുന്ന സാധനത്തിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു ഫീൽ ഉണ്ട്, ഒരു ഗൂസ് പംസ് എന്ന് പറയാം. അതല്ലെങ്കിൽ ടിപ്പിക്കൽ ലാലേട്ടൻ ഫാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ആൻഡ് ലിജോ പറഞ്ഞേക്കുന്ന പോലെ, ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്നത് ഈ ബ്രില്യൻ ഡയറക്ടർ, ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം, ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്നത് കുറച്ച് ഓവർ റേറ്റഡ് ആണോ എന്നൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുറച്ച് സൈലന്റ് മോഡിലാണ് ഇദ്ദേഹത്തിൻ്റെ പല പടങ്ങളും ഈ അടുത്തിടെ വന്നേക്കുന്നത് നമ്മൾ കണ്ടേക്കുന്നത്. ഇപ്പം നൻപകൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് സൈലന്റിലാണ് ആ ഒരു പടത്തിൻ്റെ ഒരു മൂഡ് എന്ന് പറയുന്നത്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഒരു മാസ് പടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് ഈ പടത്തിനകത്തുള്ള കോൺഫിഡൻസ് വളരെ വലുതാണ്. സ്പെസിഫിക്കലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോട്ട്, ഇവിടെ കാണിക്കുന്ന ഈ ആത്മാക്കളുടെ ഷോട്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നണു ഈ കെട്ടിക്കിടക്കുന്ന, അതായത് ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയേക്കുന്ന ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ബ്രിട്ടീഷുകാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ബ്രിട്ടീഷുകാർ വളരെ റൂത്ത്ലെസ് ആണെന്നൊരു കാര്യം ഇവിടെ തന്നെ പറയുന്നുണ്ട്. വളരെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊന്നൊടുക്കിയേക്കുന്ന, നമ്മൾ പണ്ടൊക്കെ പല ബ്രിട്ടീഷ് സിനിമകൾ കണ്ടേക്കുന്ന പോലെ തന്നെ ഈ നാട്ടിലുണ്ടായ ആൾക്കാർ അവർ വെറും അടിമകളായിട്ടും വേലക്കാരായിട്ടും പട്ടിയെ പോലെ കണ്ടേക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ട് കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലുള്ളൊരു കഥ എന്ന് പറയുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ആൾക്കാരെ കൊന്നൊടുക്കി അല്ലെങ്കിൽ അവരെ തടവിലാക്കിക്കുന്ന മുറിയാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാക്കളെയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്ന എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ്റെ മരക്കാർ എന്ന് പറയുന്ന സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 കോടിയുടെ പടമാണെന്നുണ്ടെങ്കിൽ പോലും ആ സിനിമയിലുള്ള കോസ്റ്റ്യൂംസ് പറയുന്നത് അത്രയും വൃത്തികെട്ട കോസ്റ്റ്യൂംസ് ആയിരുന്നു. ഞാൻ അന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ്യൂംസ് പറയുന്നത് അത്രയും ബോർ കോസ്റ്റ്യൂംസ് ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നതും സ്റ്റാൻഡേർഡ് കോസ്റ്റ്യൂംസ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു ബ്രിട്ടീഷുകാർ ഈ സീനകത്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ടോണിനകത്താണ് ഈ സീൻ മൊത്തം ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഡ്രസ്സിംഗ് ഇതെന്നൊക്കെ പറയുന്നത് ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സംഭവം വളരെ എളുപ്പമാണ്. നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലാലേട്ടൻ ഇന്നൊരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞേക്കുന്ന പോലെ, മുമ്പും പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു കാലഘട്ടമോ പ്രത്യേകിച്ച് ഒരു സമയമോ ഒരു ഊരോ നാടോ ഒന്നും ഈ ഒരു കഥയ്ക്കില്ല. ഒരു അമർ ചിത്ര കഥ പറയുന്ന പോലെ ഒരു സിനിമയാണ് വാലിബൻ എന്നുള്ളൊരു കാര്യമാണ് ലാലേട്ടനാണെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരി ആണെങ്കിൽ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പെട്ടുകിടക്കുന്ന സമയത്ത് അവരെല്ലാം രക്ഷപ്പെടുത്താനായിട്ട്, ബ്രിട്ടീഷുകാരുടെ അതിക്രൂരതയിൽ നിന്നും ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് വരുന്ന രക്ഷകനായിട്ട് വരുന്ന കഥാപാത്രമാണ് മലൈക്കോട്ട വാലിബൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഫസ്റ്റ് ഷോട്ടിനകത്ത് പറയുന്ന പോലെ, ഫസ്റ്റ് രംഗത്തിനകത്ത് പറയുന്ന പോലെ വിജയം എന്ന് പറയുന്നത് ഒരു ലഹരിയാണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ അങ്ങനെ പറയുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും യുദ്ധം ചെയ്ത് വിജയിച്ചു പോന്നേക്കുന്ന മലൈക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കഥയാണ്. ആ ഒരു കഥയാണ് ഒരു അമർ ചിത്ര കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോകാനായിട്ട് പോകുന്നൊരു കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ജേണി ഈ സിനിമയിൽ കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയെ കുറിച്ച് ഞാൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഇവരുടെ ആചാരങ്ങളെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമ ഒരു പക്ഷേ ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെ പറയാനായിട്ടാണ് ചാൻസ് ഉള്ളൊരു കാര്യം എനിക്ക് അന്ന് തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു. ആൻഡ് ഈ കഥ ഇപ്പോൾ ട്രെയിലറിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെ തന്നെയാണ് ഈ സിനിമ ആക്ച്വലി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കാണാൻ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഞാൻ വീണ്ടും ഈ ഫ്രെയിംസുകൾ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഈ സിനിമയിലുള്ള ഫ്രെയിംസുകൾ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് ആണ്. ഞാൻ വീണ്ടും 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 പറയും, കാരണം ഈ ട്രെയിലർ എന്നെ അത്രയധികം ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ ഈ ഒരു സീനിലൊക്കെ പറയുന്നത് ഞാൻ വെച്ച് ആ BGM വാട്ടിയാർ, ഇതൊരു മലയാള പടം തന്നെയാണോ? യെല്ലോ ടോൺ ഉണ്ട്, റെഡ് ടോൺ ഉണ്ട്. ആൾക്കാർ വീണ്ടെടുക്കുന്ന സമയത്താണ് ഈ ഒരു വാലിബ എന്ന് പറഞ്ഞ് വിളിക്കുന്നതായിരുന്നു ഇവിടെ കേൾക്കാൻ വരുന്നത്. ഇദ്ദേഹം ഈ ഒരു മാർക്കറ്റിൽ ചെയ്യുന്ന യുദ്ധത്തിൻ്റെ ഈ ഒരു സീൻ നമ്മൾ പോസ്റ്ററിനകത്ത് കണ്ടായിരുന്ന ഒരു സീൻ തന്നെയായിരുന്നു. ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടിരുന്ന സമയത്തുള്ള ഒരു മാർക്കറ്റ് ഷോട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നത്. കിണ്ണൻ സാധനം ഓരോ ഷോട്ടും, പ്രത്യേകിച്ച് ഈ ഷോട്ട് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇവർ ഇത് എടുത്തു വെച്ചതെന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടില്ല. കിട്ടില്ല സാധനം. വാലിബൻ ഇസ് എ രക്ഷകൻ എന്ന് പറയുമ്പോൾ വാലിബൻ അവരുടെ മാത്രം രക്ഷകനല്ല, ലാലേട്ടൻ ഫാൻസിന്റെ രക്ഷകനാണ്, മലയാള സിനിമയുടെ രക്ഷകനാണ്. ഒരു പാൻ സിനിമയായിട്ട് വരുന്ന സമയത്ത് ഈ ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സംതിങ് ബിഗ് ഈസ് കമ്മിങ് ഫോർ ദ മലയാള സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലെവൽ സാധനം തിയേറ്ററിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനിട്ടില്ല. മാസ് ഇருக்கு, ക്ലാസ് ഇருக்கு, ലാലേട്ടൻ്റെ പെർഫോമൻസ് ഇருக்கு, ലാലേട്ടൻ്റെ ലുക്സും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ഈവൻ ദ കോസ്റ്റ്യൂംസ്, ഓരോ ചെറിയ ഫ്രെയിംസ് പോലും അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ഞാൻ തിയേറ്ററിൽ എന്തായാലും സിനിമ കാണാനായിട്ട് പോവാണ്, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഹെവി ടിക്കറ്റ് ബുക്കിംഗ് ആണ്. ലാലേട്ടൻ പടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കാര്യത്തിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ നേരിനേക്കാൾ വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ തോട്ട്സ് ഉള്ള ഒരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേയിലോട്ട് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വാലിബന്റെ ഈ ഒരു ട്രെയിലറിന്റെ ഒരു ഹെവി ഡീകോഡിംഗ് നമ്മൾ ഒന്നും കൂടി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്.